ചക്കുപള്ളം പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ അണക്കര ടൗണിൽ നിന്ന് 200 മീറ്റർ മാത്രം ദൂരത്തിൽ പൂർണ്ണമായും ചെളിയിൽ മുങ്ങിയ ഒരു റോഡുണ്ട്. പെട്രോൾ പമ്പിന് എതിർവശത്ത് നിന്നും ആരംഭിച്ച് മോൺഫോർട്ട് സ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ റോഡാണ് പതിറ്റാണ്ടുകളായി അധികൃതരുടെ അവഗണന മൂലം ഗതാഗതയോഗ്യമല്ലാതായി കിടക്കുന്നത്. പതിറ്റാണ്ടുകളായി നിരവധി കുടുംബങ്ങൾ ഉപയോഗിച്ചു വരുന്ന അണക്കര പെരുമ്പള്ളിപ്പടി മൂക്കയ്യൻപടി റോഡാണ് നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ ചെളിക്കുഴിയായി കിടക്കുന്നത്. നിലവിലെ റോഡിന്റെ അവസ്ഥ മൂലം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും വാഹനം എത്താത്ത സ്ഥിതിയാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ട്, 96 വയസ്സുള്ള. ആ അമ്മയ്ക്ക് ഒരു ആശുപത്രി കേസൊക്കെ ഉണ്ടാകുന്ന, ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഇത് ആശുപത്രി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുപോലെ എൻ്റെ മോന് ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന, രാത്രിക്കൊക്കെ ഏത് സമയത്തൊന്നും പറയാനൊക്കുകയില്ല. അന്നേരം ഒരു ആശുപത്രി കേസ് ഉണ്ടാകും, ഒരു ഓട്ടോ പോലും വരത്തില്ല. തന്നെയല്ല, ഈ വഴി എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ ഈ വഴി ആശ്രയിക്കുന്ന ഇപ്പം ഈ ഭാഗത്തുള്ള ഉള്ളവർക്കല്ലേ വേലക്കാവുള്ള ഒരു 50 കിലോ വെയിറ്റ് വെച്ച് ഈ പെരുമ്പള്ളി കയറ്റം അങ്ങോട്ട് കയറത്തില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി റോഡ് നിർമ്മാണത്തിന് വേണ്ടി ത്രിതല പഞ്ചായത്തുകൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും റോഡ് ഇതുവരെ ചെളിയിൽ നിന്നും കരകയറിയിട്ടില്ല. നെൽപ്പാടത്തിന് നടുവിലൂടെയുള്ള പാത ആയതിനാൽ പലതവണയായി ലക്ഷങ്ങൾ ചിലവഴിച്ച് കല്ലുകെട്ടി ഉയർത്തിയാണ് നിലവിലുള്ള അവസ്ഥയിലേക്ക് റോഡ് എത്തിയത്. വേനൽക്കാലത്ത് മാത്രമാണ് ഇതുവഴി വാഹനങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കൂ. ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് നീക്കിവെച്ചതായി പറയുന്നുണ്ടെങ്കിലും റോഡ് നിർമ്മാണം നടത്താൻ കഴിയാത്തത് അനാസ്ഥ മൂലമാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരരംഗത്ത് ഇറങ്ങുമെന്ന് BJP നേതാക്കളായ അമ്പിയിൽ മുരുകൻ, സോണി ഇളപ്പുങ്കൽ എന്നിവർ മുന്നറിയിപ്പ് നൽകി. ഒരു വിധത്തിലും അക്കരെ എത്താൻ മേലാത്ത വിധത്തിൽ ചെള്ളക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ മുഴുവൻ ലോകരാജ്യങ്ങളല്ല എവിടെ എടുത്തു നോക്കിയാൽ ഇതുപോലെ ചെള്ളക്കൊണ്ടുള്ള ഒരു റോഡ് കാണാനില്ല. ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും ഫണ്ട് ഉപയോഗിച്ചിട്ട് യാതൊരു വിധത്തിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താതെ വലിയ അഴിമതി നടത്തുന്ന ഒരു റോഡാണിത്. ശക്തമായ പ്രക്ഷോഭം ഈ നാട്ടിലെ ആളുകളെ കൂട്ടിയണക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളോട്, ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകളോട് കാണിക്കുന്ന ഈ അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മഴക്കാലമായതിനാൽ നിലവിൽ ഇതുവഴി കാൽനട യാത്ര പോലും ഏറെ ദുഷ്കരമാണ്. സ്കൂൾ കുട്ടികളും തൊഴിലാളികളും അടക്കം ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. എത്രയും വേഗം റോഡ് ഗതാഗതയോഗ്യമാക്കി നൽകുന്നതിന് ത്രിതല പഞ്ചായത്തുകളോ സർക്കാർ സംവിധാനങ്ങളോ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, അണക്കര.